الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, സൂറത്തുർ റഹ്മാനിലൂടെയുള്ള നമ്മുടെ യാത്ര അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1-2 ക്ലാസ്സുകൾ കൂടിയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. ഒന്ന് ഇന്നത്തെ ക്ലാസ്സാണ്. പിന്നെ ഒരു ക്ലാസ് കൂടിയേ നമുക്ക് സൂറത്തുർ റഹ്മാനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, പലതും നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ജീവിതത്തിൽ പാലിക്കുവാനും അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ആസ്വാദനങ്ങളുണ്ട്. ആ ആസ്വാദനങ്ങളുടെ കൂട്ടത്തിൽ, ആനന്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ സുന്ദരമായ ആസ്വാദനങ്ങളിൽ ഒന്നാണ് ഒരു ആണും ഒരു പെണ്ണും ഒന്നാകുമ്പോഴുണ്ടാകുന്ന ആസ്വാദനം. ആ ആസ്വാദനം അവരുടെ മനസ്സ് അനുഭവിക്കുന്നുണ്ട്, അവരുടെ കണ്ണുകൾ അനുഭവിക്കുന്നുണ്ട്, അവരുടെ കാതുകൾ അതനുഭവിക്കുന്നുണ്ട്, അവരുടെ ശരീരം മുഴുവൻ അത് ആസ്വദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ആണിനെയും ഒരു പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അവർക്ക് പരസ്പരം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന വിധത്തിലാണ്. സൂറത്തുർ റഹ്മാനിൻ്റെ അവസാന ഭാഗങ്ങളിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് സ്വർഗീയ വിഭവങ്ങളെ പറ്റിയിട്ടാണ്. ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും അള്ളാഹു സ്വർഗത്തിൻ്റെ വിഭവങ്ങൾ പറയുമ്പോൾ കാര്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വിഭവമാണ് സ്വർഗീയ സ്ത്രീകൾ. ആ സ്വർഗീയ സ്ത്രീകളെ പറ്റിയിട്ട് സൂറത്തുർ റഹ്മാനിൽ മുമ്പ് വന്നിട്ടുള്ള ആയത്തുകൾ നമ്മൾ പറഞ്ഞു. 69-ാമത്തെ ആയത്ത് വരെയാണ് നമ്മുടെ തഫ്സീർ എത്തി നിൽക്കുന്നത്. ഇനി 70-ാമത്തെ ആയത്ത് മുതലും അള്ളാഹു സംസാരിക്കുന്നത് ആ സ്വർഗത്തിലെ സ്ത്രീകളെ പറ്റിയിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇത്രയധികം സ്ഥലങ്ങളിൽ സ്വർഗത്തിലെ സ്ത്രീകളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ പറ്റിയിട്ട് ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞത്? ഒരു സംശയവുമില്ല, തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സ് അത് കൊതിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ദുനിയാവിലുള്ള സുഖങ്ങൾക്കും അനുഭൂതികൾക്കും ആസ്വാദനങ്ങൾക്കും പരിധികളും പരിമിതികളൊക്കെ ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, ശരീരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, 2 മനസ്സുകൾക്കിടയിലുള്ള അകൽച്ചയുണ്ടാകും. ഇതൊക്കെ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ആസ്വാദനത്തെയും അവരുടെ സുഖങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. അത് ദുനിയാവിലെ കഥ. എന്നാൽ ആഖിറത്തിലെ കഥ അങ്ങനെയൊന്നുമല്ല. അവിടുത്തെ ഇണകളെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ആഖിറത്തിൽ ഒരു ആണും ഒരു പെണ്ണും ഒന്നിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖങ്ങൾക്ക് പരിധികളും പരിമിതികളുമില്ല. അവിടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല, മനസ്സിന് ഇടങ്ങറുണ്ടാക്കുന്ന ഇണകളില്ല, പങ്കാളികളില്ല. പരസ്പരം കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് തമ്മിൽ ഈഗോ കാരണം മിണ്ടാതെ കാലങ്ങളോളം നടന്ന് ടെൻഷനും സ്ട്രെസ്സും തലയിൽ കയറ്റിവെച്ച് കഴിയുന്ന ഇടമാണ് ദുനിയാവ്. പക്ഷെ ആഖിറത്ത് അങ്ങനെയല്ല. അവിടെ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമില്ല. അത് ആസ്വദിക്കാനും ആനന്ദിക്കാനുമുള്ള ഇടമാണ്. സ്വർഗീയ ഇണകളെ പറ്റിയിട്ട് അള്ളാഹു വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്. ആ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 70-ാമത്തെ ആയത്ത് മുതൽ സൂറത്തുർ റഹ്മാനിൻ്റെ അവസാനത്തെ ഭാഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കൾ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ആ ഭാഗമൊന്ന് പാരായണം ചെയ്യാം. നിങ്ങളെല്ലാവരും കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ ഫബിഅയ്യി ആലാഇ
ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان متكئين على رفرف خضر وأبقري حسان فبأي آلاء ربكما تكذبان تبارك اسم ربك ذي الجلال والإكرام സൂറത്ത് റഹ്മാനിലെ 70 മുതൽ 78 വരെയുള്ള ആയത്തുകൾ, അവസാനത്തെ ആയത്ത് വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 77-ാമത്തെ ആയത്ത് വരെയുള്ള തഫ്സീറാണ് പറയുക. അവസാനത്തെ ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ അടുത്ത ക്ലാസ്സിലും വിശദീകരിക്കും ഇൻഷാ അള്ളാ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 70-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. അവയിൽ ഫീഹിന്ന ജംഇൻ്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഫീഹിന്ന എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, 4 സ്വർഗങ്ങൾ, നേരത്തെ പറഞ്ഞ 4 സ്വർഗത്തോപ്പുകളുണ്ടല്ലോ, ആ 4 സ്വർഗത്തോപ്പുകളിലുമുണ്ട്. ഫീഹിന്ന അവയിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ 4 സ്വർഗത്തോപ്പുകളിൽ ഉണ്ട്. ഖൈറാത്തുൻ ഉത്തമ സ്വഭാവമുള്ള സ്ത്രീകൾ, ഹിസാൻ അതുപോലെ തന്നെ സുന്ദരികളായ സ്ത്രീകൾ. അപ്പോൾ 2 ക്വാളിറ്റികളാണ് അള്ളാഹു ആ സ്വർഗീയ സ്ത്രീകളെ പറ്റിയിട്ട് 70-ാമത്തെ ആയത്തിൽ പറയുന്നത്. അവർ നല്ല ഉത്തമ സ്വഭാവമുള്ളവരാണ്. 2, അവർ നല്ല ഭംഗിയുള്ളവരാണ്, സൗന്ദര്യമുള്ളവരാണ്, സുന്ദരികളാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, ആ സ്ത്രീകളുടെ ഉള്ളും പുറവും മനോഹരമാണ്. ആദ്യം അള്ളാഹു പറഞ്ഞത് അവരുടെ ഉള്ളിലെ സൗന്ദര്യത്തെ പറ്റിയിട്ടാണ്. ഖൈറാത്തുൻ ഉത്തമ സ്ത്രീകളാണ്. അത് അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ടും അവരുടെ ഉള്ളിലെ സൗന്ദര്യത്തെ പറ്റിയിട്ടുമാണ് പറയുന്നത്. ഹിസാൻ എന്ന് പറയുമ്പോൾ അവർ സുന്ദരികളാണ്, ഭംഗിയുള്ളവരാണ് എന്ന് പറയുമ്പോൾ അത് പുറമെയുള്ള സൗന്ദര്യത്തെയുമാണ് അറിയിക്കുന്നത്. ഷെയ്ഖ് സഅദ് അൽ ഖസ്ലാൻ ഹഫിളഹുല്ല ഈ ആയത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആദ്യം അള്ളാഹു പറഞ്ഞത് അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ടാണ്, പിന്നെയാണ് അള്ളാഹു അവരുടെ ശരീരത്തിൻ്റെ ഭംഗിയെ പറ്റിയിട്ട് പറഞ്ഞത്. ആദ്യം പറഞ്ഞ വിശേഷം നമ്മൾ ഖൈറാത്ത് എന്നാണല്ലോ, അത് അവരുടെ സ്വഭാവത്തെയാണ് അറിയിക്കുന്നത്. രണ്ടാമതാണ് അവരുടെ ഭംഗിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണം, ഒരാൾക്ക് എത്ര ഭംഗിയുണ്ട് എങ്കിലും അയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരാൾക്ക് നല്ല ചൊറുക്കുള്ള പെണ്ണുങ്ങളുണ്ട്, പക്ഷേ ഓള് വായ തുറന്നാൽ കാര്യം കട്ടപ്പുകയാണെങ്കിൽ അയാളുടെ ലൈഫിന് എന്ത് മധുരമാണ് ഉണ്ടാവുക? ഒരു ആസ്വാദനവും ആ ജീവിതത്തിൽ ഉണ്ടാവില്ല. ചൊറുക്കുണ്ടോ? ചൊറുക്കുണ്ട്. കാണാൻ മൊഞ്ചത്തിയാണോ? കാണാൻ മൊഞ്ചത്തിയാണ്. പക്ഷേ സ്വഭാവം 5 പൈസയ്ക്ക് ഇല്ല എങ്കിൽ അയാൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയായിരിക്കും? അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ മനുഷ്യനാകെ ഇടങ്ങറായി പോവും. അതുകൊണ്ടാണ് ആദ്യം അള്ളാഹു അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ഉത്തമ സ്ത്രീകളാണ് സ്വർഗത്തിൽ ഉള്ളത്. ആ സ്വഭാവത്തെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് അവരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അൻ ഖൗലിഹി ഖൈറാത്തുൻ ഹിസാൻ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഖൈറാത്തുൻ ഹിസാൻ എന്ന ആ ഭാഗത്തെ പറ്റിയിട്ട് നബിയെ നിങ്ങൾ എനിക്ക് അറിയിച്ചു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഖൈറാത്തുൽ അഖ്ലാഖി ഹിസാനുൽ വുജൂഹി. അവർ നല്ല സ്വഭാവമുള്ള സ്ത്രീകളാണ്. അതുപോലെ തന്നെ ഹിസാനുൽ വുജൂഹ്, അവരുടെ മുഖങ്ങൾ, വദനങ്ങൾ നല്ല ഭംഗിയുള്ളതാണ്, സുന്ദരികളാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് മറുപടി കൊടുത്തു എന്നാണ്. ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഈ ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവും എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഹൂറുൽ ഐൻ, അവർ
സ്വർഗത്തിലെ സ്ത്രീകളാണ്, ദുനിയാവിലെ സ്ത്രീകളല്ല. അവർ സ്വർഗത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ടീമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലം യത്മിസ് ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ, മുമ്പ് ഒരു മനുഷ്യനോ ഒരു ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല. എന്നാൽ ദുനിയാവിലെ സ്ത്രീകൾ അങ്ങനെയല്ല. അൽ ഹൂറുൽ ഐൻ എന്നത് ദുനിയാവിലെ സ്ത്രീകൾ തന്നെയാണോ അതല്ല സ്വർഗത്തിലെ സ്ത്രീകളാണോ എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വല്ലാഹു അലം. ഇമാം ഖുർത്തുബി റഹിമുള്ളൊക്കെ ആ അഭിപ്രായ വ്യത്യാസം എടുത്തു പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യം അവർ ദുനിയാവിലെ സ്ത്രീകളല്ല, അവർ സ്വർഗത്തിലെ സ്ത്രീകളാണ്, അള്ളാഹു അവരെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്ന കാര്യം. വല്ലാഹു അലം. ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വേറൊരു കാര്യം, നമ്മുടെ സ്വഭാവം നമ്മൾ എപ്പോഴും നന്നാക്കണം. പുറത്തുള്ള സൗന്ദര്യത്തെക്കാളും ഉള്ളിലുള്ള സൗന്ദര്യമാണ് എപ്പോഴും പരിഗണിക്കേണ്ടത്. നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ, പെരുമാറ്റം പോരാ എങ്കിൽ ഒരാൾക്ക് നമ്മളോട് ശരിക്കും അടുത്ത് ഇടപഴകി ജീവിക്കാൻ കഴിയുമോ? നല്ല നിലക്ക് ആ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കുടുംബവുമായി കഴിയുന്ന ആളുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അതാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ ഗുണമായിട്ട് ഖുർആൻ പറഞ്ഞത്, നല്ല സ്വഭാവമുള്ളവരാണവർ. ആ സ്വഭാവം എന്നുള്ളത് പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ആ സ്വഭാവം നന്നാക്കാൻ നമ്മൾ നന്നായിട്ട് പരിശീലിക്കണം, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യണം. അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് നമ്മളെയൊക്കെ മാറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, ശേഷം സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ആ ആയത്ത് തന്നെയാണ് വരുന്നത്. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, 71-ാമത്തെ ആയത്ത്. അതിനുശേഷം 72-ാമത്തെ ആയത്ത് നോക്കുക. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ട വെളുത്ത തരുണികൾ. സുബ്ഹാനല്ലാഹ്. ഹൂറുൻ എന്ന വാക്കിന് അമാനി മൗലവി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. സൂറത്തു ദുഖാനിൽ അൽ ഹൂറുൽ ഐൻ എന്ന ഭാഗം വരുന്നിടത്ത് അമാനി മൗലവി റഹിമുള്ള പറഞ്ഞ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അൽ ഹൂർ എന്ന വാക്കിന് വെളുത്ത സുന്ദരികളെന്നും, കണ്ണിൻ്റെ വെള്ള ഭാഗം നല്ല വെളുപ്പും കറുത്ത ഭാഗം നല്ല കറുപ്പുമായി കാണുന്നവർക്ക് ആകർഷണം തോന്നുന്ന വിധത്തിലുള്ള ആളുകളാണ് എന്ന അർത്ഥം നൽകപ്പെടാറുണ്ട്. ഐൻ എന്ന വാക്കിന് വിശാല നേത്രമുള്ളവർ, വിശാലമായ കണ്ണുള്ളവർ, ആകർഷിക്കുന്ന കണ്ണുകളോട് കൂടിയവർ എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആകർഷിക്കപ്പെടുന്നവരാണവർ. അതിസുന്ദരമായ ശരീരത്തോടെയും നേത്രങ്ങളോടെയും ഉള്ള തരുണീ മണികളാണ് ഈ പറഞ്ഞ അൽ ഹൂറുൽ ഐൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഖ്സൂറത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് മഖ്സൂറാത്തുൻ. മഖ്സൂറത്തുൻ എന്ന് പറഞ്ഞാൽ ഒതുക്കി നിർത്തപ്പെട്ടത് എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് മഖ്സൂറാത്തുൻ, ഒരുക്കി നിർത്തപ്പെട്ട സ്ത്രീകൾ. ഫിൽ ഖിയാം, എവിടെയാണ് അവർ ഒതുക്കി നിർത്തപ്പെട്ടിട്ടുള്ളത്? കൂടാരങ്ങളിലാണ്. ഖൈമത്തുൻ എന്ന് പറഞ്ഞാൽ ടെൻറ്റ്, കൂടാരം എന്നൊക്കെയാണ് അർത്ഥം. ആ ഖൈമത്തുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അൽ ഖിയാം, കൂടാരങ്ങൾ. അപ്പോൾ കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ട വെളുത്ത തരുണികൾ, കൂടാരങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള വെളുത്ത മെയ്യാമണികൾ എന്നാണ് ആ 72-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, മുത്തുകൾ കൊണ്ടുള്ള ടെൻറ്റുകളിലാണ് ഈ സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതിനർത്ഥം ഒരാ ടെൻറ്റുകൾ തന്നെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയണം, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല, അതിൻ്റെ ഉള്ളിൽ മാത്രം കഴിയണം എന്നല്ല. അവരുടെ സൗന്ദര്യം ബാക്കിയുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. എന്നാൽ അവർ തോട്ടങ്ങളിലും പൂന്തോട്ടങ്ങളിലൊക്കെ ഇറങ്ങി നടക്കുന്നവരായിരിക്കും. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ മക്കളെപ്പോലെ ഈ രാജകുമാരിമാർ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടാവുമല്ലോ, പക്ഷേ നാട്ടുകാർ മുഴുവൻ അവരെ കാണുന്നില്ല. അപ്പം അതുപോലെ ടെൻറ്റുകളിലാണെന്ന് പറഞ്ഞാൽ ആ ടെൻറ്റുകളിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി കഴിയുക എന്നതിന് അർത്ഥമില്ല എന്നൊക്കെ ഇമാം സഅദി റഹിമഹുല്ലാ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ അൽ ഖിയാം, അവർ ടെൻറ്റുകളിലാണ്, കൂടാരങ്ങളിലാണെന്ന് പറഞ്ഞല്ലോ. ആ ടെൻറ്റുകളെ പറ്റിയിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. ഇപ്പോൾ ദുനിയാവിലെ ടെൻറ്റ് നമുക്ക് കണ്ടു പരിചയമുണ്ട്. ദുനിയാവിലൊരു കൂടാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ചർ, അതിൻ്റെ കോലം നമുക്കറിയാം, നമ്മളത് കണ്ടിട്ടുണ്ട്. എന്നാൽ ആഖിറത്തിലെ ടെൻറ്റ് ദുനിയാവിലെ ടെൻറ്റിനോട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ആഖിറത്തിലെ കൂടാരം വേറെ തന്നെയാണ്. അവിടെ താരതമ്യം ചെയ്യാൻ
നിൽക്കരുത്. അത് മുത്തുകൾ കൊണ്ടുള്ള കൂടാരമാണ് ആഖിറത്തിലെ ഖൈമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ടും അതിൻ്റെ ഭംഗിയെ പറ്റിയിട്ടും നമ്മൾ ചോദിക്കരുത്. ആ തരുണീമണികളായ സ്ത്രീകൾ ഈ കൂടാരങ്ങളിലാണ് ഉണ്ടാവുക. സ്വർഗത്തിലെ കൂടാരങ്ങളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഖൈമതു ദുർറത്തുൻ മുജവ്വഫത്തുൻ طولها في السماء 30 ميلا في كل زاوية منها للمؤمن أهل لا يراهم الآخرون. ഉൾഭാഗം തുരന്നെടുത്ത ഒരു മുത്തുകൊണ്ടായിരിക്കും ആ കൂടാരം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക. 30 മൈലാണ് അതിൻ്റെ വിസ്തൃതി. അതിൻ്റെ ഓരോ മൂലയിലും ഈമാനുള്ള മനുഷ്യന് ഭാര്യമാരുണ്ടായിരിക്കും, എന്നാൽ അവരെ മറ്റുള്ളവർ കാണുകയില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 3243 ഹദീസാണ്. വേറൊരു ഹദീസ് കൂടി ശ്രദ്ധിക്കുക. ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നത്തി ലഖൈമ, തീർച്ചയായിട്ടും ഈമാനുള്ളൊരു മനുഷ്യന് സ്വർഗത്തിൽ കൂടാരമുണ്ട്. മിൻ ലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫത്തിൻ തൂലുഹാ 60 മൈല. നേരത്തെ നമ്മൾ പറഞ്ഞത് 30 മൈലാണ്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് 60 മൈലാണ് അതിൻ്റെ വിസ്തൃതി. അത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 2038 ഹദീസുമാണ്. അപ്പോൾ എത്ര മനോഹരമായിരിക്കും, എത്ര സുന്ദരമായിരിക്കും ആ ജീവിതം എന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കുക. അള്ളാഹു നമ്മളെയൊക്കെ ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ശേഷം വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? 73 ആയത്താണത്. ശേഷം 74 ആയത്ത്, ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. സമാനമായ അതേ പ്രയോഗം സൂറത്തുർ റഹ്മാനിൽ തന്നെ മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പോയ ഭാഗമാണത്. 56 ആയത്തിൽ ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ എന്ന അതേ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തൊമസ യത്മിസു എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, സ്പർശിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ മുമ്പ് പറഞ്ഞൊരു ഭാഗമായതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, സ്വർഗീയ സ്ത്രീകളെ മുമ്പ് ആരും സ്പർശിച്ചിട്ടില്ല, ആരും ജിമാ ചെയ്തിട്ടില്ല, അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അവരുടെ ആ ചാരിത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല. വലാ ജാൻ, അല്ലെ, മനുഷ്യന്മാർ മാത്രമല്ല സ്പർശിക്കാത്തത്, ജിന്നുകളും അവരെ സ്പർശിച്ചിട്ടില്ല. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, മനുഷ്യന്മാരുടെ കൂടെ ജിന്നുകളും സ്വർഗത്തിലുണ്ടാകും. അള്ളാഹു ഒരാളോട് അനീതി കാണിക്കൂല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന തഫ്സീറാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ജിന്നുകളുടെ കൂട്ടത്തിലും നല്ലവരും ഉണ്ട്, ചീത്തവരും ഉണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലവരും ചീത്തവരും ഉള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ കാഫിറുകളും ഈമാനുള്ളവരും ഉണ്ട്. ഇപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിലെ കാഫിറുകൾ നരകത്തിലാണ്, അതേപോലെ ജിന്നുകളുടെ കൂട്ടത്തിലെ കാഫിറുകളും നരകത്തിലാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഈമാനുള്ളവർ സ്വർഗത്തിലാണ്, അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിലെ ഈമാനുള്ളവരും സ്വർഗത്തിലാണ്. മനുഷ്യരുടെ കൂട്ടത്തിലെ കാഫിറുകളും ഫാസിക്കുകളും അവർക്ക് തോന്നിയ മാതിരി ജീവിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിലെ കാഫിറുകളും ഫാസിക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലെ നല്ല ആൾക്കാർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന പോലെ ജിന്നുകളുടെ കൂട്ടത്തിലെ നല്ല ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുണ്ട്. ഏതായാലും കാഫിറാണെങ്കിൽ ആ ജിന്ന് നരകത്തിലാണ്. അത് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ അറാഫിലെ 38 ആയത്തൊന്ന് ശ്രദ്ധിക്കുക. ഖാല ദുഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി. മനുഷ്യരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലും നരകത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് സൂറത്തുൽ അറാഫിലെ 38 ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ കാഫിറായ ഒരു ജിന്ന് നരകത്തിൽ പ്രവേശിക്കും, ഈമാനുള്ള ജിന്ന് സ്വർഗത്തിലും പ്രവേശിക്കും. അത് ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാം. ശേഷം അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? 76 ആയത്ത്, മുത്തകിഈന അലാ റഫ്റഫിൻ ഖുദ്രിൻ വ അബ്കരിൻ ഹിസാൻ. പച്ച നിറത്തിലുള്ള, പച്ച വർണ്ണമുള്ള മെത്ത തലയണയിലും അതുപോലെ തന്നെ നല്ല അഴകുള്ള പരവതാനികളിലുമായി ചാരിയിരുന്നു കൊണ്ട് അവർ സുഖിക്കും. ഈ പറഞ്ഞ സ്വർഗക്കാർ സുഖിക്കും. മുത്തക്കിഈന നേരത്തെ വന്നിട്ടുള്ള പദമാണ്, ചാരിയിരിക്കുന്നവർ, അല്ലേ? മുത്തക്കിഊന എന്നാണ് ഇവിടെ ഗ്രാമറിലുള്ള ചില നിയമങ്ങൾ കാരണമാണ് മുത്തക്കിഈന എന്നായത്. അലാ റഫ്റഫിൻ, എന്താ റഫ്റഫ് എന്ന് പറഞ്ഞാൽ? റഫ്റഫ് എന്ന് പറഞ്ഞാൽ
മെത്ത തലയിണ എന്നൊക്കെയാണ് അർത്ഥം. ഖുദുരിൻ പച്ച നമുക്കറിയുന്ന വാക്കാണ്. അബ്കരിയിൻ അബ്കരിയുൻ എന്ന് പറഞ്ഞാൽ പരവതാനി, ഹിസാൻ ഭംഗിയുള്ളത്. നേരത്തെ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ എന്ന് പറഞ്ഞില്ലേ സ്വർഗത്തിലെ സ്ത്രീകളെ പറ്റിയിട്ട്. അപ്പോൾ ഹിസാൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. അപ്പോൾ പച്ച നിറത്തിലുള്ള മെത്ത തലയണകൾ അവിടെ ഉണ്ടാകും. നല്ല ഭംഗിയുള്ള അഴകുള്ള പരവതാനി അവിടെ ഉണ്ടാകും. അതിലൊക്കെ ചാരി ഇരുന്നിട്ട് സ്വർഗ്ഗക്കാർ സുഖിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, ഇവിടെ പച്ച നിറം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം കാഴ്ചക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിലക്കാണ് ആ നിറം അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മനസ്സിനും ഒരു കുളിർമയാണ് അല്ലേ. പച്ചപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിനും ഒരു കുളിർമയാണ്. അതുകൊണ്ടാണ് പച്ച നിറത്തിലുള്ള മെത്ത തലയിണ എന്ന് പറഞ്ഞത്. അബുക്കരിയീൻ എന്ന് പറഞ്ഞാൽ നല്ല പുതപ്പാൻ, നല്ല വിരിപ്പാൻ, പരവതാനി. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഇവർക്ക് ഉയർന്ന ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. ആ ഇരിപ്പിടത്തിൻ്റെ മുകളിൽ വിരിച്ചിട്ടുള്ള പരവതാനികളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അബ്കരി എന്ന് പറയുന്നത് അത് ആ ഭംഗി കൂട്ടാനുള്ള അള്ളാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ്. നല്ല ഭംഗിയിൽ നെയ്തുണ്ടാക്കിയതിനൊക്കെ അബ്കരി എന്ന് പറയുമെന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. അതൊരു ആഡംബരത്തിൻ്റെ ഒരു സൂചന കൂടിയാണ്. ശേഷം പ്രിയപ്പെട്ടവരെ 77-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങൾ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ ഏതു അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഏതിനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്? ഒന്നിനെയും നമ്മൾ നിഷേധിക്കുന്നില്ല. അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്കറിയാം. ആ എണ്ണിയാൽ തീരാത്തത് എന്ന് പറയുന്നത് വെറുതെ ഒരു രസത്തിന് പറയുന്നതല്ല. എണ്ണിയാൽ തീരുമോ നമ്മുടെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ? വ ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ, അത് നമുക്ക് കണക്കാക്കാൻ കഴിയൂല. ഉറപ്പായിട്ട് നമുക്കറിയാം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും നമ്മൾ ശുക്ർ കാണിച്ചിട്ടില്ല. നമ്മൾ എത്ര ശുക്ർ കാണിച്ചാലും അതൊന്നും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരാവുകയുമില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്നു. ആ റബ്ബ് അഫുവാണ്, അവൻ കരീമാണ്, അവൻ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കുന്ന തവ്വാബാണ്. ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ആഴവും ആ സന്തോഷത്തിൻ്റെ ആധിക്യവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ ഏറ്റുപറയുക. അള്ളാഹുവെ, നീ ഞങ്ങൾക്കെല്ലാവർക്കും പുറത്തു തരണമേ, ഞങ്ങളുടെ വീഴ്ചകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഇനി ഒരായത്ത് കൂടിയാണ് സൂറത്തുർ റഹ്മാനിൽ നമുക്ക് ബാക്കിയുള്ളത്. ആ ആയത്തിനെ പറ്റിയിട്ട് വരുന്ന ദർസിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.